KPCC പുനഃസംഘടനയൊക്കെ എല്ലാവർക്കും അറിയുന്നത് പോലെ AICC ആണ് തീരുമാനിക്കേണ്ടത്. KPCC പ്രസിഡന്റ് മന്ത്രിയാണെങ്കിലും അദ്ദേഹം KPCCയുടെ ദൈനംദിന കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. KPCC ഭാരവാഹികളും വളരെ സജീവമായിട്ടുണ്ട്. പക്ഷേ KPCC ഇനി പുനഃസംഘടിപ്പിക്കുക, അതെങ്ങനെ വേണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് ആ തീരുമാനം എടുക്കും. അത് എപ്പോൾ വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടതും ഹൈക്കമാൻഡാണ്. അല്ല, എക്കാലത്തും കോൺഗ്രസിൻ്റെ പുനഃസംഘടനകൾ വരുമ്പോൾ അത് ഏത് പുനഃസംഘടനയാണെങ്കിലും അത്തരം ചർച്ചകളൊക്കെ വളരെ സജീവമായിട്ട് വരും. മാനദണ്ഡങ്ങൾ വേണോ മാനദണ്ഡങ്ങൾ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും. അപ്പോൾ മുമ്പ് ഇത്തരം ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വരുമ്പോൾ കോൺഗ്രസിനകത്ത് എന്തെങ്കിലും ഒരു പുനഃസംഘടന, അത് മന്ത്രിസഭാ പുനഃസംഘടനയാണെങ്കിലും പാർട്ടി പുനഃസംഘടനയാണെങ്കിലും മാധ്യമങ്ങൾ ചില അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾക്കത് പറയാം, അതാഗ്രഹിക്കാം. പക്ഷേ എന്ത് മാനദണ്ഡം വേണം എന്ത് മാനദണ്ഡം വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് AICC ആണ്. അത് AICCക്ക് വിടുക എന്നുള്ളതാണ്. AICC അത് ആലോചിച്ച് തീരുമാനിക്കും ആര് വേണം ആര് വേണ്ട എന്നുള്ളത്. നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിയുടെ ഒരു അഭിപ്രായം, പാർട്ടിയുടെ അതിൻ്റെ അത് ഓവർലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം യഥാർത്ഥത്തിൽ KPCC അടിയന്തരമായി വേണ്ടതല്ലേ? അല്ല, അത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിക്ക് അകത്ത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. മാത്രമല്ല, നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് പാർട്ടിക്ക് അകത്തുള്ള ചെറിയ ബോഡിയല്ല, പാർട്ടി തന്നെ തീരുമാനിച്ചാണ് എടുക്കുക. APCCയുടെ യോഗം വിളിക്കാം, അതല്ലെങ്കിൽ രാഷ്ട്രീയകാര്യ സമിതിയുടെ യോഗം വിളിക്കാം. അത്തരം യോഗങ്ങൾ വിളിച്ച് ചേർത്താണ് അത്തരം തീരുമാനങ്ങൾ, നയപരമായ തീരുമാനങ്ങൾ എടുക്കുക. അതിനകത്ത് വേറെ മറ്റ് നടപടിക്രമങ്ങളില്ല. പാർട്ടിയിലെ 4-5 ആളുകൾ കൂടിയിട്ടല്ല. പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് രാഷ്ട്രീയകാര്യ സമിതി കൂടി ചർച്ച നടത്തി അത് കുറച്ചും കൂടി ക്ലാരിറ്റി വേണമെങ്കിൽ രാഷ്ട്രീയകാര്യ സമിതിയോ പാർട്ടി PCCയോ 4-5 പേരുടെ കമ്മിറ്റി വെച്ച് അവരുടെ അഭിപ്രായങ്ങൾ എടുത്ത് അതുകൂടി ചർച്ച ചെയ്ത് എടുത്ത കീഴ്വഴക്കങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. നയപരമായ കാര്യങ്ങൾ പാർട്ടിയാണ് തീരുമാനിക്കുക. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് മുന്നണി ആയതുകൊണ്ട് UDFും ആ കാര്യം ചർച്ച ചെയ്യും. മിനിസ്റ്റർ, വയനാട്ടിൽ റവന്യൂ മിനിസ്റ്റർ എന്ന രീതിയിൽ ചോദിക്കുന്നത് നമ്മുടെ വയനാട്ടിൽ വീടുകളുടെ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന പറഞ്ഞ വലിയൊരു ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന വലിയൊരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് എന്നത്തേക്കാണ് ഇതിൻ്റെ ബാക്കി പണികൾ പൂർത്തിയാവുക? അതിലെന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ? ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 2 മാസം പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ അതിനിടയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഇതുവരെ 178 വീടുകളാണ് പൂർത്തീകരിച്ച് കൈമാറിയത്. 2 വർഷം കഴിഞ്ഞു. ബാക്കി വരുന്ന വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടക്കുകയാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നൽകിയ ഏജൻസിയാണ് അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിനകത്ത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തണം എന്നുള്ളത് ഞാൻ തന്നെ 2 തവണ പോയി മീറ്റിംഗ് എടുത്താണ്. മാത്രമല്ല, വയനാട്ടിൽ നിന്നുള്ള മന്ത്രി ശ്രീ സിദ്ദീഖ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു കാരണവശാലും അധികം നീണ്ടുപോകാൻ അനുവദിക്കില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഈ ദുരിതബാധിതരായ ആളുകൾ പുറത്തു നിർത്തുകയല്ല, അവർക്ക് ഉള്ള വീടുകളും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ നടത്തുന്നുണ്ട്. അതോടെ എല്ലാവരും സഹകരിക്കണം, പ്രത്യേകിച്ച് ഏജൻസി അത് പൂർണ്ണമായി സഹകരിക്കണം എന്ന് ഞങ്ങൾ മീറ്റിംഗ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് അത് ഗൗരവമായിട്ട് തന്നെ കാണും. KPCCയുടെ വീടുകളുടെ പ്രവൃത്തി ഏതാണ്ട് ആരംഭിച്ചു കഴിഞ്ഞു. KPCCയുടെ വീടുകളുടെ പ്രവൃത്തിയും വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനുള്ള കുറേ നടപടിക്രമങ്ങൾ കുറച്ച് നീണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായി. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഭൂമി ഏറ്റെടുക്കൽ, ആ ഭൂമിയിൽ തന്നെ പിന്നീട് നമുക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള അതുമായി ബന്ധപ്പെട്ട NOC ഉൾപ്പെടെ ലഭിക്കുന്ന കാലതാമസമുണ്ടായി. പക്ഷേ എല്ലാം കഴിഞ്ഞ് പൂർത്തീകരിച്ച് അതിൻ്റെ വീടിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവിൽ ഒരു അഭിപ്രായ സമന്വയത്തിന് വേണ്ടി UDFിൻ്റെ യോഗം ചേരും, ഉപസമിതിയൊക്കെ ഉണ്ടാവുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഇതുവരെ UDF യോഗം ചേർന്നിട്ടില്ല. അപ്പോൾ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്താണ് ഈ ലാഗ് എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഇനിയൊരു ചർച്ച വേണം. മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞു, ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പാർട്ടിയും മുന്നണിയും ആലോചിച്ച് തീരുമാനമെടുക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇനി മറ്റൊരഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ നടപ്പാക്കേണ്ടയോ അല്ലെങ്കിൽ നടപ്പാക്കാൻ ആഗ്രഹിക്കുകയാണ്, അതൊക്കെ പാർട്ടി തീരുമാനിക്കും, മുന്നണി തീരുമാനിക്കും. അതിനുശേഷം വരുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ചിന്തിക്കേണ്ട കാര്യമില്ല. അതിന് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഫിനാൻസ് ബില്ല് നിങ്ങളും വായിച്ചു കാണും. ഫിനാൻസ് ബില്ല് ധനകാര്യമന്ത്രിക്ക് അതിൻ്റേതായ ചില ഫ്രീഡം ഉണ്ട്. അതിനകത്തും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താ? ഇന്ന് അത് ഫിനാൻസ് ബില്ല് വെച്ച് കഴിഞ്ഞ പൊതുവെ ഏപ്രിൽ 1-നാണ് അത് തുടങ്ങേണ്ടത്. പക്ഷേ അങ്ങനെയല്ലല്ലോ. ആ നോട്ടിഫൈ ചെയ്തതിന് ശേഷമേ ഉണ്ടാവൂ എന്ന് വ്യക്തമായി തന്നെ ബില്ലിൽ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ബില്ല് നോക്കിയാൽ മനസ്സിലാവും. ഇനി ബ്യൂറോക്രസി അല്ലേ? നോട്ടിഫൈ ചെയ്യുന്ന ബ്യൂറോക്രസി അല്ല. നോട്ടിഫൈ ചെയ്യുമ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നോട്ടിഫൈ ചെയ്യാൻ തീരുമാനമെടുക്കുകയാണെങ്കിൽ അതിനു മുമ്പ് നയപരമായി പാർട്ടിയും മുന്നണിയും തീരുമാനിക്കും. മുന്നണി തീരുമാനിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ രീതിയിൽ പോകാൻ കഴിയും. പക്ഷേ പോകേണ്ടത് തീരുമാനിച്ചിട്ടില്ല, ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ ഇല്ലാത്തൊരു കുട്ടിയെക്കുറിച്ച്, ജനിക്കാത്ത കുട്ടിക്ക് ഇപ്പോൾ തന്നെ ജാതകം എഴുതണ്ടല്ലോ.